നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷന് മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇവിടെ 5 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ലോസ് ആണ്. നിങ്ങൾക്ക് കാണാം, ലോസ് എന്ന കാർഡാണ് ഇതിൽ. അപ്പോൾ അതുമാത്രമല്ല, ആരോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. സമ്മൺ ഈസ് മൂവിങ് ഓൺ ഫ്രം യു. ഇതും കാർഡാണ്, മൂവിങ് ഓൺ കാർഡാണ്. അതായത് ഈ രണ്ട് കാർഡും റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ജോബായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയത് ആയിരിക്കാം. രണ്ടുമുണ്ട്. ജോബ് നഷ്ടപ്പെട്ടവരുണ്ട്, ആൻഡ് നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെ ഉപേക്ഷിച്ചതായി പോയതും കാണുന്നുണ്ട്. അതിൽ വളരെ മനോവേദനയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒന്നിനും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു നിമിഷത്തിലേക്കൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി നിങ്ങൾ വേണമെങ്കിൽ ഒരു ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അത്രമാത്രം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം ആദ്യമൊക്കെ സന്തോഷമാണെങ്കിലും പിന്നീട് ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തന്നെ ഇതിൽ നിന്നും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വയം മൂവ് ഓൺ ആവാൻ പറ്റാത്ത ഒരു നിമിഷമായിരിക്കാം ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷം എന്ന് പറയുന്നത്. ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതെന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. അത്രമാത്രം വേദനകൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. ചില വ്യക്തികൾ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ചീറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും ചീറ്റിംഗ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു ഡിപ്രഷൻ, നിങ്ങളുടെ ഓറ പവർ വളരെയധികം ലോ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാവരോടും ദേഷ്യം, എല്ലാവരോടും വെറുപ്പ്, ഈ ഒരു ജീവിതത്തോട് തന്നെ നിങ്ങൾക്കൊരു ദേഷ്യവും വെറുപ്പും ഒക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒന്നിനും ഒരു ആക്ഷൻ എടുക്കാത്ത ഒരു സിറ്റുവേഷനാണ്. ഒന്നിനും നിങ്ങളെ കൊണ്ട് വയ്യ, എന്നെക്കൊണ്ട് പറ്റില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള അച്ഛനമ്മ, ഭാര്യ, ഭർത്താവ്, അവരോട് പോലും ഇപ്പോൾ പ്രോപ്പറായിട്ടൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ആരോട് പറയും? നിങ്ങൾക്ക് ചിലപ്പോൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഈ ഒരു കാര്യങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. അത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ് മൂവ് ഓൺ ചെയ്തു പോകുന്നതായിട്ട്, അതായത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് ആരെങ്കിലും ഒരാളോട് തുറന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടും പോലും ഇത് എല്ലാം തുറന്ന് പറയാനായിട്ട് പറ്റുന്നൊരു ഒരാളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം അത് തുറന്ന് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ് കാണുന്നത്. അത് തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഖേദിക്കേണ്ടി വരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് വളരെയധികം പെയിൻഫുള്ളായിട്ട്. കുറച്ച് പേർക്ക് ജോബിൻ്റെ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്. ഈ ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇത്ര നാളായി അനുഭവിക്കുന്നു, ഇതിലൊരു മാറ്റവും കാണുന്നില്ല. എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നൊരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സ്വയം അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു മാറ്റം അതിൽ നിങ്ങളായിട്ട് തന്നെ. ഇവിടെ ഒരു മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ. നിങ്ങൾ ഫുള്ള് എനർജി ലോ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ഒരു ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവരെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളതിലേക്ക് ഒന്നും കടക്കാതെ ഇതിൽ തന്നെ ഫോക്കസായി അതിൽ തന്നെ ചിന്തിച്ച് ഒരു ഫുൾ ഡേ നിങ്ങൾ അങ്ങനെ തന്നെയാണ് കഴിയുന്നത്. പ്രോപ്പറായിട്ട് ജോലിയുള്ളവർ പോലും ജോലി ചെയ്യാൻ പറ്റാതെ ജോലി ഉപേക്ഷിച്ചവരായിട്ടും ഇവിടെ കാണുന്നുണ്ട് കുറേ പേർക്ക്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ കൂടിയാണ് ഒരുപാട് പേര് പോകുന്നത്. കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട്. ഇതിലിനി ഞാൻ നിൽക്കണോ, മൂവ് ഓൺ ചെയ്യണോ, പോകണോ, ഇനിയും വെയിറ്റ് ചെയ്യണോ എന്ന്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട എൻ്റെ കാര്യങ്ങളിലേക്ക് തിരിയാമെന്ന് പറഞ്ഞാലും നിങ്ങളെ മനസ്സതിനെ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അതിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. എത്രയൊക്കെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് അത് തന്നെ മതി, അത് എനിക്ക് വേറെ ഒന്നും വേണ്ട, അത് തന്നെ മതി എന്നുള്ളൊരു പറയുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇതിൽ നിങ്ങളിങ്ങനെ ഒരുപാട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണമെന്നാണ് ഇതിൽ കാർഡ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു വ്യത്യാസം അല്ലെങ്കിൽ മാറ്റം പെട്ടെന്ന് തന്നെ ഉണ്ടാവാനായിട്ടൊരു ചാൻസ് ഇവിടെ കാണുന്നില്ല. നിങ്ങൾ കുറേയൊക്കെ മാറണം. ഞാനൊരിക്കലും നിങ്ങൾ എന്നും എല്ലാവരും പറയുന്ന പോലെ മെഡിറ്റേഷൻ ചെയ്യണം, ധ്യാനിക്കണം. അത് ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിലേക്ക് എന്താ പറയുക, ഒരു ധ്യാനം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഏകാഗ്രത കിട്ടുന്നുണ്ടായിരിക്കില്ല. ആ ടൈമിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് കരയാൻ തോന്നുന്നത്, ഒരു ഏകാഗ്രമായിട്ടിരിക്കാൻ ഒരുപാട് തോട്ട്സുകളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്ത കുറേ വ്യക്തികളും ഇതിലുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എനിക്കറിയാം നിങ്ങൾക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കതിന് വേറൊരു ഇതിലേക്ക് കടക്കാനും പറ്റാത്തൊരവസ്ഥ. പക്ഷേ ഇത് നമ്മളെ ജീവിതമാണ്, നമ്മൾ തന്നെ മാറ്റിയെടുക്കണം. നിങ്ങളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതമാണ് നഷ്ടപ്പെടുക, വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ ഇതിൽ കാണുന്നത് ദ മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ മെയിനായിട്ടും
നിങ്ങൾ തന്നെ നിങ്ങൾ കുറേയൊക്കെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലായിരുന്നത് മുതൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ പണ്ടത്തെ ഫ്രണ്ട്സിനൊന്നും വിളിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്ഷിപ്പൊക്കെ അകന്നു പോയിട്ടുണ്ടായിരിക്കണം. ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു മോട്ടീവ് എടുത്തിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ആവണം. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. പിന്നെ അമ്പലങ്ങളിൽ പോവുക, അമ്പലങ്ങളിലൊക്കെ ഇഷ്ടമുള്ളവർ പോവുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇത് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾ ഇപ്പോഴും ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ഒന്ന് തിരിക്കാൻ നോക്കുക. ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ കൊടുത്ത് നിങ്ങൾ എപ്പോൾ ഫോക്കസ് തിരിക്കുന്നുവോ അപ്പം കണ്ടോ നിങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു പേഴ്സൺ തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചു വരുന്നത്. കാരണം ഇത് യൂണിവേഴ്സിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ വാർത്തെടുക്കുകയാണ്. കാരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ തളർന്നിരിക്കാതെ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കടക്കും, എങ്ങനെയാണ് നിങ്ങളതിനെ ഫേസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പരീക്ഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിരുന്ന് കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എൻ്റെ സിറ്റുവേഷനിൽ മാറ്റം വരുത്തണേ എന്ന്. നിങ്ങൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു. ഓക്കെ, നമുക്കൊരു ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങളെ പേഴ്സൺ തിരിച്ചു വരുമായിരിക്കും. ഓക്കെ, പക്ഷേ അതിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കല്ല. ആ ഒരു പേഴ്സൺ വരും, എന്തായാലും വരും. നിങ്ങളുടെ ഇത് ലൈഫ് ഇവിടെ എൻഡിങ് അല്ല, ഒരാളുടെ ലൈഫ് ഇവിടെ എൻഡ് ആവുന്നില്ല, ഇനിയും കെടുക്കാണ് ലൈഫ്. ഓക്കെ, ഇനിയും തിരിച്ചു വരാനുള്ള ടൈമുകളുണ്ട്, അത് തിരിച്ചു വരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യൂ. ഫോക്കസ് ചെയ്ത് ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ കൊടുത്തു നോക്കൂ, നിങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ വരും. കാരണം എൻ്റെ കൂടി ലൈഫ് ഞാൻ പറഞ്ഞുതരാം. പല കാര്യങ്ങളിലും നമ്മൾ സ്റ്റക്ക് ഓൺ ആയിട്ടുണ്ട്, അത് തന്നെ ഫോക്കസ് ചെയ്ത് ഇരുന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ റിലേഷൻഷിപ്പായിട്ടല്ല പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കത് നഷ്ടപ്പെട്ടു പോയ കാര്യത്തിന് ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നു. പിന്നീട് നമുക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെ ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് നമ്മൾ മറ്റൊരു ഇതിലേക്ക് ഫോക്കസ്ഡ് ആവുമ്പോൾ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്നതായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെയും പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ മജിഷ്യൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ദ പവർ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ആ ടേബിളിൻ്റെ മുകളിൽ പലതരത്തിലുള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ട്. ആ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നമുക്ക് ഈ ഒരു കാർഡ് കൊണ്ട്. നിങ്ങളിവിടെ മുന്നോട്ട് പോകാൻ മടിച്ചുകൊണ്ട് നിൽക്കരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ. അത് തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഒരുപാട് കാലം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം, അത് മറക്കല്ല, അത് വിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വേറൊരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ ആ കാര്യത്തിൽ കൊടുത്തിട്ട് ഞാൻ എൻ്റെ മറ്റ് പല കാര്യങ്ങളിലും ഫോക്കസ്ഡ് ആയപ്പോഴാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. അത് ഒരുപാട് ഇതുപോലത്തെ ഉപദേശങ്ങളൊക്കെ കേട്ട് ഞാൻ അതുപോലെ ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓറ പവർ ഇൻക്രീസ് ചെയ്യും, എനർജി ഇൻക്രീസ്ഡ് ആകും. അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എനർജി ലോ ആയപ്പോൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടതെല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരുപാട് പേർക്ക് സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ്. ഞാൻ പറഞ്ഞു, ഈ ടാരറ്റ് കാർഡ്സ് ഒക്കെ നിങ്ങൾ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാനായിട്ട് ഇടവന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു റിലേഷൻഷിപ്പ് അതൊരിക്കലും ഒരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല, അതിലൊരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം എനർജി ലോ ആവുന്നോ അത്രത്തോളം അവിടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നകന്നു പോകും. നിങ്ങൾ എത്രത്തോളം വൈബ്രേറ്റ് ആയി ഫുൾ ഓഫ് എനർജിയിൽ നിൽക്കുന്നോ അപ്പോഴായിരിക്കും നിങ്ങളിൽ നിന്നും പോയ ആൾക്കാരെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. അത് ആൾക്കാരായിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, എല്ലാം.